നമസ്കാരം. ഞാൻ സുധീർ. ഇന്ന് നമുക്ക് എക്സലിൻ്റെ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ട് നോക്കാം. സബ് ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓട്ടോ സമ പോലത്തെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ സബ് ടോട്ടൽ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടോട്ടലിംഗ് ഫംഗ്ഷൻ. അത് ടോട്ടൽ ചെയ്യുന്നത് മീൻസ് അതിൽ സമ്മ് മാത്രമല്ല, കുറേ ഫങ്ഷൻസ് നമുക്കതിൽ ചെയ്യാൻ കഴിയും ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അത് എന്തൊക്കെ ഫംഗ്ഷൻ ആണെന്നുള്ളത് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓട്ടോ സമ്മ് ഫംഗ്ഷനും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളുടെ ഡാറ്റ മാത്രം ടോട്ടൽ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫങ്ഷൻസ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സബ് ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഇതൊരു എക്സൽ ഷീറ്റാണ്. ഈ എക്സൽ ഷീറ്റിൽ ഒരു മാസത്തെ ടോട്ടൽ സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോളത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ പേര്, സെക്കൻഡ് കോളത്തിൽ റീജിയൻ, തേർഡ് കോളത്തിൽ സെയിൽസിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൽ റീജിയൻ എറണാകുളത്തിൽ 2 പേര്, എറണാകുളം എന്ന് പറയുന്ന റീജിയനിൽ 2 പേരുണ്ട്, അൻവർ ആൻഡ് അലക്സ്. അതുപോലെ ട്രിവാൻഡ്രത്തിൽ പ്രവീണും ഉണ്ട്, ആനന്ദും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നമ്മളിപ്പം നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോസമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ചെയ്യാൻ കഴിയും. 27,400 കിട്ടി. പക്ഷേ നമ്മളിതിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മളിതിനെ ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ മാറുന്നില്ല. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളുടെ ഫങ്ഷൻ അല്ല ടോട്ടൽ അല്ല നമ്മൾ ഓട്ടോസമ്മിൽ കാണുന്നത്. പക്ഷെ നമ്മൾ സബ് ടോട്ടലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈക്വൽ ടു സബ് ടോട്ടലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫങ്ഷൻ ഇതിൽ ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് പറയാം. ഇത്രയും സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഫങ്ഷന് സമ്മ് നമ്മൾ സെലക്ട് ചെയ്യണം. സമ്മിന് നമ്പർ കൊടുക്കുന്നത് 9 ആണ്. സമ്മിന് 9 ആണ് കൊടുക്കുന്നത്. ആവറേജിന് 1 കൊടുക്കും, കൗണ്ടിന് 2 കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മളിപ്പം സമ്മാണ് കൊടുക്കുന്നത്. അപ്പോൾ സമ്മിന് 9 നമ്മൾ കോഡ് സെലക്ട് ചെയ്തു, കോമ കൊടുത്തിട്ട് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യണം. ഡാറ്റ ഇങ്ങനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഈ ഫിൽട്ടർ ചെയ്ത ഡാറ്റ മാത്രമേ വരുള്ളൂ. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫിൽറ്റേർഡ് ഡാറ്റ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോ സമ്മ് സെലക്ട് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് സബ് ടോട്ടൽ തന്നെ സെലക്ട് ആവുള്ളൂ, സമ്മ് സെലക്ട് ആവില്ല. കാരണം അതൊരു ഡാറ്റ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം. അപ്പോൾ 7,100 കിട്ടി. ഇനി ഇതിൻ്റെ ഈ സബ് ടോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്തിനാണ് സബ് ടോട്ടലും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഫിൽട്ടർ ഡീസെലക്ട് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് കിട്ടും. ഇവിടെ അതിൻ്റെ വാല്യൂ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു ഡിഫറൻസ് ആണ് സബ് ടോട്ടലും ഓട്ടോസമ്മുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സബ് ടോട്ടൽ ഉപയോഗിക്കുന്നത്. ഇനി സബ് ടോട്ടലിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ 9 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 9 ഈസ് ഫോർ സമ്മിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ആവറേജ് കിട്ടും. 2 ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൗണ്ട് കിട്ടും. കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂസ് കംപ്ലീറ്റ് നമ്പറിലായിരിക്കണം. ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ അത് കൗണ്ട് നമുക്ക് കിട്ടില്ല, അതിൻ്റെ കൗണ്ട് കിട്ടില്ല, അതിന് വേറെ ഫോർമുല ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ സബ് ടോട്ടൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം പറയേണ്ടത്, ഈ സബ് ടോട്ടലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, സബ് ടോട്ടൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഈ ഒരു കാര്യം സബ് ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ, സബ് ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഈ വാല്യൂസ് ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലും ചെയ്യാം.
വാല്യൂസ് അൺഹിഡൻ ആയിട്ടുള്ള വാല്യൂ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ ഇതിനെ ഹൈഡ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ സബ് ടോട്ടൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സബ് ടോട്ടൽ ഈ ഒരു സെല്ല് ഹൈഡ് ചെയ്യുകയാണ് ഞാൻ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ വാല്യൂ അപ്ഡേറ്റ് ആകുന്നില്ല. കാരണം അത് ഹിഡൻ വാല്യൂ കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അൺഹൈഡ് ചെയ്യാണ്. എന്നാൽ ഈ സബ് ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 109 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതേ വാല്യൂ തന്നെ കിട്ടും. പക്ഷെ ഞാനിവിടെ ഏതെങ്കിലും ഒരു സെല്ല് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ അപ്ഡേറ്റ് ആകും. അതായത് സബ് ടോട്ടൽ ഈ സെറ്റ് ഓഫ് ഈ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസിനാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ, അതായത് 11ന് കറസ്പോണ്ടിങ് ആയിട്ട് 111 ആണ്, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 101 ആണ്. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഹൈഡ് ചെയ്ത വാല്യൂസ് നമുക്ക് കാണിക്കാതെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫിഗർ കാണിക്കും. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ സബ് ടോട്ടൽ എടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ആവറേജ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 101 നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിഡൻ വാല്യൂസ് എക്സ്ക്ലൂഡ് ചെയ്യും, ഹിഡൻ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഹിഡൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് എക്സ്ക്ലൂഡ് ചെയ്യും.